നന്ദേട്ടാ നമസ്കാരം. നമസ്കാരം. നന്ദേട്ടാ, സനാതനധർമ്മം അശ്ലീലമാണോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഈ ശ്ലീലവും അശ്ലീലവും നിശ്ചയിക്കുന്നത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. സാധാരണ അശ്ലീല സാഹിത്യം മാത്രം വായിക്കുന്നവർക്ക് എന്ത് കണ്ടാലും അശ്ലീലമായിട്ട് തോന്നും. എനിക്കത് മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ വായിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വായനയില്ല എന്നുള്ള എല്ലാവർക്കും വ്യക്തമാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ വായനയുള്ളവർ ആരൊക്കെയാണെന്ന് പറയട്ടെ. അവർ വായിക്കുന്ന അശ്ലീല സാഹിത്യമല്ലാതെ കണ്ട് എന്താണ് വായിക്കുന്നത്? ഇപ്പോൾ ഗോവിന്ദ മാഷ് നല്ല എക്സാമ്പിൾ. ഗോവിന്ദ മാഷ് എന്ത് മാഷാണെന്നുള്ളവരും ആർക്കും അറിയാം. അയാളുടെ മാഷസ്ഥാനം എന്താണെന്നുള്ളൊരു ഒന്ന് പഠിക്കേണ്ടതാണ്. അവിടെ തയ്യക്കാരും മറ്റുള്ള ചില ആളുകളാണ് അവിടുത്തെ മാഷന്മാർ. പല ടീച്ചർമാരുടെയും വിഷയം അതാണ്. തയ്യൽ പഠിപ്പിക്കുക, ക്രാഫ്റ്റ് പഠിപ്പിക്കുക, അതിനുശേഷം അവർ ടീച്ചർ എന്നുള്ള പേര് വയ്ക്കുക, അവർ മാഷ് എന്നുള്ള പേര് വയ്ക്കുക. ഈ പറയുന്ന ആളുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയുക. ആ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഇവർക്കൊക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന ആരാണെന്നുള്ളവരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ബിന്ദു. അവർ ഡോക്ടറേറ്റ് എന്തിലാണെന്ന് എനിക്ക് ബലമായിട്ടുള്ള സംശയമുണ്ട്. ഈ തരത്തിൽപ്പെട്ട ആളുകൾ വായിക്കുന്ന ഒരു വായന ഏതിലാണെന്നുള്ളതാണ് സംശയം. അവർ വായിക്കുന്ന അശ്ലീല സാഹിത്യമാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരെല്ലാത്തിലും അത് ഈ മഞ്ഞപ്പിത്തുള്ളവൻ്റെ കണ്ണുമാതിരിയാണ്. മഞ്ഞപ്പിത്തുള്ളവൻ എന്ത് സാധനം നോക്കിയാലും മഞ്ഞയായിട്ട് കാണുക. ഗോവിന്ദ മാഷ് അങ്ങനെ കണ്ടതാ. ഞാൻ ഗോവിന്ദ മാഷ് വലിയ ആദരവോട് പറയുന്നു മാത്രമേ ഉള്ളൂ. സത്യത്തിന് ആദരവ് കൊടുക്കത്തക്ക രീതിയിലുള്ള 10 കാശിന് വരെ ആ പുള്ളിക്കില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നേ അദ്ദേഹം പറയില്ലല്ലോ. പണ്ട് കേരളയിൽ വന്നിന് ഈ പാലക്കാട് നിന്ന് ഒരു കൊട്ട അപ്പമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അപ്പം വെറ്റിട്ട് തിരിച്ച് അടുത്ത ട്രെയിനിന് മടങ്ങിപ്പോരുക എന്നൊക്കെ പറയുന്ന പമ്പര വിഡ്ഢിത്തം പറയുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ. കാരണം കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന് ബുദ്ധി വേണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. അങ്ങ് പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സനാതനധർമ്മം അശ്ലീലമാണ്. അതിനുള്ളിൽ അതിനേക്കാൾ വലിയ അശ്ലീലമായിട്ട് മനുസ്മൃതി ഒരു പാമ്പിനെ പോലെ ഒളിഞ്ഞിരിക്കുന്നു. ഇതാണ് 2 ദിവസം മുമ്പ് നമ്മുടെ ഇദ്ദേഹം എം വി ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസംഗത്തിനുള്ളിൽ ഉണ്ടായ ഒരു വാക്കുകളാണ്. അദ്ദേഹം ഇത് ബോധപൂർവം പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഈ ഒളിഞ്ഞും തെളിഞ്ഞും CPM നേതാക്കളെല്ലാവരും രംഗത്ത് വന്ന് ഇങ്ങനെ സനാതനധർമ്മത്തിന് നേരെ ചെളിവാരിയേറി. എന്നാൽ അതേസമയം അവർ ഇസ്ലാമിനെതിരെയോ ക്രിസ്ത്യാനിക്കെതിരെയോ അല്ലെങ്കിൽ ബൈബിളിനും ഖുറാനുമെതിരെ അവരൊരക്ഷരം മിണ്ടാറില്ല. മറിച്ച് അവരെ സംബന്ധിച്ച് മനുസ്മൃതി എന്ന് കേട്ടാൽ ഒരു ഹാലിളക്കമാണ്. എന്താണ് വാസ്തവത്തിൽ CPM ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണ്? അവർക്ക് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണത്തിൽ? സത്യത്തിൽ അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അജണ്ട വേണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് അജണ്ട രൂപീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു ബുദ്ധിശക്തിയൊക്കെ വേണം. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ബുദ്ധിയുണ്ടെന്ന് അവരെ പോലെ അനുയായികളൊന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. മറിച്ച് ഇന്നിപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്? ഒരു കാലത്ത് EMS ആയിരുന്നു, രണദീവയായിരുന്നു, സുന്ദരിയായിരുന്നു. ഇന്ന് മാറിയിട്ട് ആരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക ലോകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറേറ്റിന് ശ്രമിച്ചിട്ട് ഡോക്ടറേറ്റ് കിട്ടാത്ത, ഇസ്ലാമിക സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് കിട്ടാത്ത ഡബിൾ റഹീം, അതാണ് ഒരാൾ. പിന്നെ ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ, അസാമാന്യ പണ്ഡിതനാണ്. പിന്നെ നമ്മുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ്. ഇത്തരം ആളുകൾ പണ്ടൊരു പാലോളി മുഹമ്മദ് കുട്ടി ഉണ്ടായിരുന്നു, വാഴക്കൊലയിൽ ഡോക്ടറേറ്റ് എടുത്തതിൽ മറ്റേ പെങ്കൊച്ച്. ഈ തരത്തിൽപ്പെട്ട ആളുകളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തിക ലോകം. ഇവർക്ക് എന്തിനെക്കുറിച്ച് ഇവർക്ക് പരിജ്ഞാനമുള്ളത്? ഇപ്പോൾ ഇവർ കടുത്ത വർഗീയവാദികളാണെന്നുള്ള നല്ല ധാരാളം എക്സാമ്പിളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2005 സച്ചാർ കമ്മീഷൻ വന്നു. അതിനുശേഷമാണല്ലോ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നത്. ആ പാലോളി കമ്മീഷനാണല്ലോ കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യമെടുത്തുള്ള കമ്മീഷൻ അവരായിരുന്നല്ലോ. ഇതിൻ്റെ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നല്ലോ പാലോളി മുഹമ്മദ് കുട്ടി. പാലോളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വയോവൃദ്ധനായിരിക്കുന്ന ആൾ, വൃദ്ധനാണെങ്കിലും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും കടുത്ത വർഗീയവാദിയാണ്. ഒരു സംശയത്തെ സംബന്ധിച്ചില്ല. മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്ത ആളാണ് പുള്ളി. അങ്ങനെ കൊടുക്കണം തീരുമാനിച്ച ആളാണ്. കാരണം ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കും മറ്റ് മതവിഭാഗങ്ങളെ അംഗീകരിക്കാൻ സാധ്യമല്ല. പാലോളി മുഹമ്മദ് കുട്ടിക്കും സാധ്യമല്ല. അത് തന്നെയാണോ വാസ്തവത്തിൽ ഈ എം വി ഗോവിന്ദനും ഇപ്പം ഈ അദ്ദേഹത്തെ പിന്തുടർന്ന് മറ്റ് CPM നേതാക്കളും പറയുന്നത്? അതിന് സംശയം എന്താണ്? ഇതൊരു തുടർച്ചയാണ്, പുതിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ ആ മൂവാറ്റുപുഴയിലെ ജോസ് മാഷിനെ കൈവിട്ട സംഭവം ഒന്നോ അതിൻ്റെ ഒരു പുനർവായന നടത്തൂ.
എന്താ ജോസഫ് മാഷിനെ കൈവെട്ടാനുള്ള കാരണം? ആരെ ജോസഫ് മാഷിനെ കൊണ്ട് മുഹമ്മദിനെ ചീത്ത വിളിപ്പിച്ചതാരാ? ആരുടെ പുസ്തകത്തെ അധികരിച്ചാണ് ജോസഫ് മാഷ് എന്ന ചോദ്യപേപ്പർ തയ്യാറാക്കിയത്? PT കുഞ്ഞുമുഹമ്മദിൻ്റെ. ആരെ PT കുഞ്ഞുമുഹമ്മദ്? ഗുരുവായൂർ MLA. അയാളുടെ പുസ്തകത്തെ അധികരിച്ചാണല്ലോ. അയാളുടെ കയ്യൊന്നും ആരും വെട്ടിയില്ലല്ലോ. അയാളുടെ ഇതിനെ അധികരിച്ചുകൊണ്ട് ജോസഫ് മാഷ് പാവം എഴുതുന്നു. ജോസഫ് മാഷ് എന്ന് പറയുന്ന ഇടതുപക്ഷ അധ്യാപകൻ യൂണിയനിലെ അംഗമായിട്ടുള്ള ആളാണ് ജോസഫ് മാഷ്. ന്യൂമാനിറ്റീസ് കോളേജിലെ അധ്യാപകൻ. അദ്ദേഹമാണ് എഴുതുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അവസാനം എന്തു പറ്റി? എഴുത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റൊരു ആ കയ്യങ്ങ് വെട്ടിക്കളഞ്ഞു. ആ കൈ വെട്ടിക്കളഞ്ഞ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരുടെ കൂടെ നിന്നത്? കൈവെട്ടിയവരുടെ കൂടെ നിന്നത്. ജോസഫ് മാഷിന് കൂടെയല്ലോ നിന്നത്. ജോസഫ് മാഷിനെ തള്ളിപ്പ് പറയാൻ വേണ്ടി അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. അല്ല, അങ്ങ് പറഞ്ഞത് ഞാനൊരു മറുവാദം ഉന്നയിക്കുകയാണെന്ന് കരുതരുതേ. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലൊളി മുഹമ്മദ് കുട്ടി വളരെ രൂക്ഷമായിട്ട് മലപ്പുറം മുസ്ലിം ലീഗിനെ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മുസ്ലിം ലീഗ് പണ്ട് വിഭജനത്തിന് മുമ്പ് ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. ആ മുസ്ലിം ലീഗ് മലപ്പുറത്തുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണ് വിഭജനം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഒരുപാട് പേര് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. ഇന്നും ആ മനസ്സ് മുസ്ലിം ലീഗിന് കൈമോശം വന്നിട്ടില്ല. മുസ്ലിം ലീഗ് ഇപ്പോഴും ആ ഒരു വിഭജനത്തിൻ്റെ മനസ്സ് ഇപ്പോഴും തുടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞും മുസ്ലിം ലീഗിനെ ആക്രമിച്ചത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു വശത്ത് ഇങ്ങനെ സനാതനധർമ്മത്തെ ചീത്ത പറയുക, മറുവശത്ത് ഇതുപോലെ മുസ്ലിം ലീഗിലെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി അത് വെച്ച് ഇപ്പോഴും താരതമ്യം ചെയ്ത് സംസാരിക്കുക, ഇതെന്തൊരു തരം രാഷ്ട്രീയം? അല്ല, അതിന് നല്ലൊരു അജണ്ടയുണ്ട്, കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, അതിന് ലക്ഷ്യമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പാലളി മുഹമ്മദ് കുട്ടി പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതിയിൽ അംഗമായിരിക്കുന്ന കാലത്താണല്ലോ 1967 മലപ്പുറം ജില്ലയെ രൂപീകരിച്ചത്. അതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നല്ലോ അതിനെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറം ജില്ലയിൽ രൂപീകരിച്ചല്ലോ. അന്ന് ഇദ്ദേഹം പറഞ്ഞില്ലല്ലോ ഈ മുസ്ലിങ്ങളിൽ ചില വിഭാഗം പാകിസ്ഥാനെ പിന്തുണച്ചെന്ന്. ലീഗുമായിട്ട് ചേർന്നുകൊണ്ട് ഇവർ മന്ത്രിസഭ ഉണ്ടാക്കിയല്ലോ. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞിരുന്നില്ലല്ലോ. ഇദ്ദേഹം മന്ത്രിസഭയിലുണ്ടായ സമയത്തും ലീഗിൻ്റെ പിന്തുണ തേടിയിരുന്നല്ലോ. അതിനെക്കുറിച്ച് അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ അതൊന്നും പാലളി മുഹമ്മദ് ഒരു വിഷയമൊന്നുമല്ല. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പം കൃത്യമായിട്ടുള്ള ഇതിൻ്റെ ലക്ഷ്യം, പാലളി മുഹമ്മദ് ഇട്ടൊരു ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലെ പിന്നാക്ക സമുദായങ്ങളെ പിടിക്കുക എന്നുള്ളതാണ്. അതിന് സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള വരേണ്യവർഗത്തിൽപ്പെട്ടുള്ള മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞാൽ മാത്രമാണ് SDPIയുടെ വോട്ട് ലഭിക്കുക. SDPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, SDPI തുടങ്ങിയിട്ടുള്ള ആളുകൾ മുസ്ലിം സമൂഹത്തിലെ പിന്നാക്ക ജാതികളുടെ പ്രതിനിധികളാണ്. അവർക്കൊന്നും ലീഗിൽ അംഗത്വം എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ അംഗത്വം എടുക്കാൻ സാധിക്കാത്ത ആളുകളുടെ പ്രതിനിധി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, പാലളിയുടെ ലക്ഷ്യം. ആ പാലളി ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള ടാർഗറ്റഡാണ്. ആ ടാർഗറ്റേക്ക് ഉന്നയിക്കാൻ പാകത്തിനുള്ളൊരു ബാല്യമൊന്നും പാലളിക്ക് ഇന്നിപ്പില്ല എന്നുള്ള സത്യം തന്നെയാണ്. ശരി, തിരിച്ചിപ്പുറത്തേക്ക് വന്നാൽ ഇതുപോലെ അവരൊരു തൂക്കമൊപ്പിച്ച് സനാതനധർമ്മത്തെയും ഹിന്ദുക്കളെയും ഇതുപോലെ ആക്രമിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ? അതിനകത്തും വളരെ കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. കാരണം ഒന്ന്, സനാതനധർമ്മം എന്താണെന്നുള്ള ഇവർക്ക് ഈ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരന് സനാതനധർമ്മത്തെ സംബന്ധിച്ച് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഗോ ബ്രാഹ്മണേഭ്യസ്തു ശുഭമസ്തു നിത്യം. ഗോവിൻ്റെ അർത്ഥം മനുഷ്യർ അറിയാൻ പാടില്ല. ഗോവിന്ദ മാഷിന് അറിയാമോ ഗോവിൻ്റെ അർത്ഥം? അറിഞ്ഞൂടല്ലോ. ഗോവിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ പുള്ളി പശുവാണെന്ന് പറയും. പശു എന്ന് മാത്രമല്ലോ, അത് 8 അർത്ഥങ്ങളിൽ ഒന്ന് മാത്രമാണെന്നല്ലോ ഗോവിന്ദ മാഷിനെ അറിയണമെന്നുണ്ടെങ്കിൽ പേരിലൊരു ഗോ ഉണ്ടെന്നേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. ആ ഗോവിന്ദൻ്റെ അർത്ഥം എന്താണെന്നുള്ളവരും ഒന്ന് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയാൽ മതി. അദ്ദേഹത്തിന് അറിവുണ്ടോ എന്നുള്ളൊരു വ്യക്തമാക്കുന്ന എങ്ങനെയാണ്? അറിവ് എന്നുള്ളത് സ്വയം ആർജിക്കേണ്ട സാധനമാണ്. വേദം പഠിക്കേണ്ടതാണ്. വേദം എന്ന് വെച്ചാൽ അറിവാണ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ വേണം എന്നുള്ള ധാരണ ഗോവിന്ദൻ മാഷിനുണ്ടായിട്ടില്ല. ഗോവിന്ദൻ മാഷ് ധരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇന്ന് ഈ കുരുടൻ നാട്ടിൽ കോങ്കണ്ണൻ രാജാവാണല്ലോപ്പാ. അവിടെ അത്യാവശ്യം അക്ഷരാഭ്യാസമുള്ളവരൊന്നുമില്ല. അങ്ങനെ അക്ഷരാഭ്യാസമുള്ള ഒരാൾ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല പരിജ്ഞാനമുണ്ട്, എനിക്കാണ് കാര്യങ്ങൾ അറിയാവുന്നത് എന്ന് അദ്ദേഹം ധരിച്ചു വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. സത്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പറയുന്ന സനാതനധർമ്മത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോ അദ്ദേഹത്തിന് യാതൊരു വിവരമില്ല. മനുസ്മൃതി അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സത്യസന്ധമായിട്ട് പറയട്ടെ, മനുസ്മൃതി അദ്ദേഹം വായിച്ചിട്ടില്ല. സനാതനധർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൽ അതിനെക്കുറിച്ചിരിക്കുന്ന ശങ്കരാചാര്യരുടെ വിവക്ഷ അദ്ദേഹം
വായിച്ചെന്നെ ഇത് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ് ഒന്നും വായിക്കാത്ത ഗോവിന്ദ മാഷ് കയറിയിട്ട് പുരപ്പുറത്ത് കയറി നിന്നിട്ട് കൂവിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂവലൊന്നും സനാതനധർമ്മത്തെ ഒരു തരിമ്പ് മേശൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഇത് വാസ്തവത്തിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കുകയാണ് കേരളത്തിൽ. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ഇവരെ അത് വ്യക്തമായി. അപ്പോൾ അത് തകർക്കാനുള്ളൊരു ശ്രമമാണോ ഈ നടത്തുന്നത്? ഇപ്പം നടത്തിയിരിക്കുന്ന ശ്രമം അതല്ല, അതാണെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ നടത്തുന്ന ശ്രമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിപടലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പെരിയെ അടക്കമുള്ള നിരവധി സംഭവ വികാസങ്ങൾ അവർക്ക് കോടതിയിൽ പോലും അവർ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരായിട്ട് കോടതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനവികാരം ഈ കേരള സർക്കാരിനെതിരാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വക്താക്കൾ ഞങ്ങളാണ് എന്നുള്ളൊരു ബോധ്യം കേരളത്തിലെ പിന്നാക്ക ഹൈന്ദവ സമൂഹങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പരിശ്രമം നടത്തുകയാണ്. അത് ചുമ്മാ ഒരു വെള്ളത്തിലെ കുമളം മാത്രം ആയിട്ട് വിചാരിച്ചാൽ മതി. അത് ഏശാൻ പോകുന്നില്ല. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസമുള്ളവരാണ്, കേരളത്തിൽ പിന്നാക്കമെന്ന് പറയപ്പെടുന്ന സമൂഹത്തിൽപ്പെട്ടവരും അവരാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചറിയാം. സനാതനധർമ്മത്തിൻ്റെ സാക്ഷാൽ പ്രചാരകനും പ്രവാചകനുമായിട്ടുള്ള ആൾ ശ്രീനാരായണ ഗുരുദേവനാണെന്നുള്ള അവർക്ക് നിശ്ചയമുണ്ട്. അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി ഇതിൻ്റെ പ്രവാചകനായിരുന്നു എന്ന് അവർക്കറിയാം. മഹാനായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പൻ അതിന് വേണ്ടിയിട്ട് വാദിച്ച ആളാണെന്ന് അവർക്കറിയാം. ഡോക്ടർ പൽപ്പു അതിൻ്റെ പ്രതിനിധിയായിരുന്നു എന്നുള്ള അവർക്കറിയാം. കുമാരനാശാൻ അതിന് വേണ്ടിയിട്ട് കവിതകൾ എഴുതിയിട്ടുള്ള ആളാണെന്നുള്ളവരും കേരളത്തിലെ പിന്നാക്കം എന്ന് പറയപ്പെടുന്ന സമുദായത്തിന് പോലും നിശ്ചയമുണ്ട്. അപ്പോൾ ഇതൊന്നും ഗോവിന്ദൻ മാഷിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഗതികേടൊന്നും കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഗോവിന്ദൻ മാഷ് അടുത്തത് ആരെയാണ് ചീത്ത പറയുന്നത്. ഇന്ന് സനാതനധർമ്മത്തെ പറഞ്ഞു, നാളെ ആരെ പറയുമെന്ന് അറിയില്ല. അതാരെയാണ് പറയുന്നതെന്ന് കേരളം ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യൻ എന്തൊക്കെ പറയും, നമുക്ക് കാത്തിരിക്കാം. അല്ല, അദ്ദേഹത്തിന് വിഡ്ഢിത്തരങ്ങൾ പറയാനുള്ള എല്ലാ അവസരങ്ങളും ധാരാളം കൊടുക്കണം. അതിന് അദ്ദേഹത്തിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. നന്ദി, നമസ്കാരം.